നമസ്കാരം കൂട്ടുകാരെ. ഒത്തിരി നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ഹോബി ബേസ്ഡ് RC കാർ വാങ്ങുകയെന്ന്. പണ്ട് അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല, അതുപോലെ കാറും അവൈലബിലിറ്റി കുറവായിരുന്നു. എന്നാൽ ഞാനിപ്പോൾ കൊല്ലത്തുള്ള എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് ഞാനൊരു കാറ് വാങ്ങി. വേറെ ഏതുമല്ല, മാരുതി സുസുക്കിയുടെ ജിംനി. ഇതാണ് കാറ്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു പാക്കിംഗ് ആയിരുന്നു. അപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്ന്. 1:16 സ്കെയിൽ, ഫുൾ സ്കെയിലായിട്ടുള്ള ഒരു സ്റ്റിമുലേറ്റർ കാറാണിത്. ഇതിനകത്ത് നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. എന്നാൽ ഏകദേശം 1 കിലോയിലും മേളിൽ ഭാരമുണ്ട്. അത് നല്ല രീതിയിൽ പാക്ക് ചെയ്ത് ഡാമേജ് ഒന്നും ആകാത്ത രീതിയിൽ നല്ല പാക്കിംഗ് ആണ്. ഇനി നമുക്ക് ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അതിൻ്റെ റിമോട്ട്, അതുപോലെ കുറച്ച് ആക്സസറീസ്, പിന്നെ നമ്മുടെ ജിംനി ജീപ്പ്. 2.4 GHz ഫ്രീക്വൻസിയുള്ള റിമോട്ടാണ്. ഇതാണ് അതിൻ്റെ യൂസർ മാനുവൽ. ഇതിൽ അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതും ബാക്കി കാര്യങ്ങളെല്ലാം അതിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്കിനി റിമോട്ട് എടുക്കാം. 4 AAA ബാറ്ററിയാണ്. 4 AAA ബാറ്ററി ഇതിൽ ഇടണം. അതിൻ്റെ സ്റ്റിയറിംഗ് വീലായാൽ പോലും നല്ല സോഫ്റ്റാണ്. അതിൻ്റെ കുഷ്യൻസ് എല്ലാം നല്ല സോഫ്റ്റാണ്. അതുപോലെ അതിൻ്റെ ആക്ഷനും നല്ല ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരു റിമോട്ടാണത്. ഇനി ഇതിനകത്ത് അതിൻ്റെ കുറച്ച് ചെറിയ ആക്സസറീസ്, കേബിൾ ടൈ ഉണ്ട്, സ്പാനർ ഉണ്ട്, ചെറിയ സ്ക്രൂ ഡ്രൈവർ ഉണ്ട്, ഡബിൾ സൈഡ് അഡ്ഹസീവ് ടേപ്സ് ഉണ്ട്, പിന്നെ കുറച്ച് സ്ക്രൂസും, അതുപോലെ തന്നെ സ്റ്റെപ്പിനിയും, പിന്നെ ഒരു ചാർജിങ് കേബിൾ, C ടൈപ്പ് ചാർജറാണ്. ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു 4 AAA ബാറ്ററി റിമോട്ടിൽ ആവശ്യമുണ്ട്. അങ്ങനെ നമുക്ക് 4 AAA ബാറ്ററി എടുത്ത് അതിൻ്റെ പൊളാരിറ്റി നോക്കി ഇടാം. അതിനുശേഷം നമുക്കൊന്ന് ഓണാക്കാം. ഓക്കെ, റിമോട്ട് വർക്കിംഗ് ആണ്. നമുക്കിനി ജീപ്പ് ഒന്ന് തുറന്ന് നോക്കാം. എൻ്റെ കൂട്ടുകാരൻ ഓൾറെഡി അതിൻ്റെ സ്റ്റെപ്പിനി അതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു റിവ്യൂ പർപ്പസിന് അവനത് ഓൾറെഡി അതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കുറച്ച് സ്റ്റിക്കർ വർക്കും കൂടിയാണ് ഇനി പെൻഡിങ് ഉള്ളത്. അത് നമ്മൾ തന്നെ ചെയ്യണം. ഇപ്പോൾ ഇതിൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടില്ല, സ്റ്റിക്കർ അവൈലബിൾ ആണ്. ഇതാണ് നമ്മുടെ വൈറ്റ് കളർ മാരുതി സുസുക്കി ജിംനി. അത് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ തന്നെ എല്ലാം നല്ലൊരു ഡീറ്റെയിലിംഗ് എല്ലാം നല്ല പക്കയായിട്ടുള്ള ഒരു ജീപ്പാണ്. ഇതാണ് അതിൻ്റെ അടിവശം. മെറ്റൽ ഷാഫ്റ്റ് പോലെ ഫീൽ ചെയ്യും. മെറ്റൽ ഷാഫ്റ്റ് അല്ല, എന്നിരുന്നാലും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസാണ്. ഈ ബാക്ക് ഡിക്കി തുറന്ന് ഇവിടെയാണ് നമ്മുടെ ബാറ്ററി അറ്റാച്ച് ചെയ്യുന്നത്. ബാറ്ററി നമുക്കിതുപോലെ ത്രെഡിൽ പിടിച്ച് വലിച്ച് ഡിറ്റാച്ച് ചെയ്യാം. 7.4 വോട്ടിൻ്റെ നല്ലൊരു ബാറ്ററിയാണ്. ഇതിൻ്റെ ചാർജർ C ടൈപ്പാണ്. അതിവിടെ മേളിൽ ഇതുപോലെ ക്യാപ്പ് ഊരിയിട്ട് നമുക്ക് C ടൈപ്പ് ഉപയോഗിച്ച് ചാർജ് ചെയ്യാം. ശ്രദ്ധിക്കണം, 1 ആംപിയർ 5 വോട്ട് ചാർജർ യൂസ് ചെയ്യാവുള്ളൂ. ലേറ്റസ്റ്റ് ഫോണിൻ്റെ ചാർജർ യൂസ് ചെയ്യരുത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഡോർസ് തുറക്കാം. എനിക്ക് നഖമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്യുന്നത്. അതുപോലെ 3 ഡോറുകളും നമുക്ക് തുറക്കാൻ പറ്റും, ഫ്രണ്ടും ബാക്കും. പിന്നെ ഫ്രണ്ടിലെ ബോണറ്റും നമുക്ക് തുറക്കാം. ഇതൊക്കെയാണ് നമുക്ക് പുറത്തുനിന്ന് വെച്ച് നോക്കുമ്പോൾ വണ്ടിയുടെ ഒരു വ്യൂ. നമുക്ക് ബോണറ്റ് ഒന്ന് തുറന്നു നോക്കാം. ബോണറ്റിനകത്താണ് അതിൻ്റെ ഇലക്ട്രിക്കൽ കമ്പോണൻസും സ്വിച്ചും ഇരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുത്താൽ മതി. അതുപോലെ അതിൻ്റെ ഉള്ളിലൊരു ശരിക്കും റിയൽ വണ്ടിയിലുള്ളതുപോലെ തന്നെ ഒരു സ്റ്റാൻഡും ഉണ്ട്. അപ്പോൾ സ്റ്റാൻഡ് എടുത്ത് വെച്ചിട്ടില്ല, അല്ലാണ്ട് തന്നെ അത് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് വണ്ടിയിൽ ബാറ്ററി ഇട്ടിട്ട് നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം. ബാറ്ററി എടുത്ത് സ്ലൈഡ് ചെയ്ത് അകത്തോട്ട് ഇട്ടാൽ അത് കഴിഞ്ഞ് നമ്മുടെ ഫ്രണ്ടിൽ ബോണറ്റിൻ്റെ അകത്തുള്ള ഇലക്ട്രിക്കൽ കമ്പോണൻസിൻ്റെ അടുത്ത് ആയിട്ട് ഒരു ചെറിയ പ്രസ് ബട്ടൺ ഉണ്ട്. ആ സ്വിച്ചിൽ നമുക്കൊന്ന് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കാം. അപ്പോൾ നമ്മുടെ വണ്ടി ഓണായിരിക്കുകയാണ്. ലൈറ്റൊക്കെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ റിമോട്ട് ഒന്ന് ഓണാക്കി അതൊന്ന് പെയറിങ് നടക്കണം. പെട്ടെന്ന് തന്നെ പെയർ ആയിക്കണം. നമ്മൾ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ മാരുതി സുസുക്കി ജിംനി. മൊത്തത്തിൽ ഓവറോൾ നമ്മൾ പറയുകയാണെങ്കിൽ നല്ല ഒരു
റിച്ച് ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന ഒരു കാറാണ്. അതുപോലെ റിമോട്ടിൽ നമുക്ക് സ്റ്റിയറിങ് ട്രിമ്മിങ് എന്തോരം ട്രിം ചെയ്യണം എന്നുള്ളതും അതുപോലെ തന്നെ ട്രിം ചെയ്യാനുള്ള സ്റ്റിയറിങ് വളയാനുള്ള അതിൻ്റെ സ്പീഡും അഡ്ജസ്റ്റ് ചെയ്യാം. അതിന് 2 സ്വിച്ചുകളുണ്ട്, ഒരു ബട്ടൺ പോലെയുള്ള. പിന്നെ ഈ മോഡലിന് സൗണ്ടോ അതുപോലെ തന്നെ ലൈറ്റുകൾ, മറ്റ് ലൈറ്റുകളൊന്നും പ്രവർത്തിക്കില്ല. അതിന് സ്വിച്ച് അവൈലബിൾ ആണ്. നമ്മൾ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത് വർക്കിംഗ് അല്ല. എന്നാൽ ഇതിൻ്റെ കൂടിയ മോഡലുകളിൽ എല്ലാം വർക്കിംഗ് ആണ്. ഇതാണ് നമ്മുടെ വണ്ടി, ഫോർവേഡും അതുപോലെ റിവേഴ്സും. നമുക്ക് വീഡിയോ നെക്സ്റ്റ് ഡേ എടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയൊരു ടെസ്റ്റ് ഡ്രൈവ് പോലെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിനോടൊപ്പം അറ്റാച്ച് ചെയ്യാം. Let's get started. അപ്പോൾ ഇതൊക്കെയാണ് ജിംനിയുടെ അൺബോക്സിങ് വിശേഷങ്ങൾ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കപ്പോൾ കാണാം. ബൈ.